Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു എന്താ പറ്റിയേ? അത് കണ്ടില്ലേ പത്ലു, ആ കർഷകൻ അവന്റെ വരണ്ടു പോയ സ്ഥലവും നോക്കിയിരിക്കുന്നത് നിനക്ക് കണ്ടുകൂടെ? അവന്റെ ഭാര്യ അവന്റെ പുറകിൽ നിന്ന് കരയുന്നത് കണ്ടില്ലേ? ഇവരുടെ കുടുംബങ്ങൾക്കൊക്കെ എന്ത് പറ്റിയോ എന്തോ. എന്റെ മോട്ടു, അത് TV സീരിയലാണ്, TV സീരിയൽ, ശരിക്കുള്ളതല്ല. നീ ഇപ്പൊ TV ഓഫാക്കിയിട്ട് സമൂസ കഴിക്കാൻ വാ. വരൂ മോട്ടു. എന്തിനാ നിങ്ങൾ ഈ കരയുന്നേ? ചേട്ടാ, നിങ്ങളുടെ മുറിവ് കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് കരച്ചിൽ വരുന്നു. അതിശയം തന്നെ. എനിക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്, പക്ഷെ കരയുന്നത് നിങ്ങളാണല്ലോ. നിങ്ങൾ വിഷമിക്കാതിരിക്കേ, എനിക്ക് ഇതൊക്കെ നിത്യ സംഭവങ്ങളായ അറിയാമോ? എന്റെ മോട്ടു, നീ ഹൈലി ഇമോഷണൽ ആളായിരിക്കുക. വീട്ടില് സീരിയൽ കണ്ടിട്ട് കരയുന്നു, റോഡിൽ ഒരാൾക്ക് മുറിവ് പറ്റിയെന്ന് പറഞ്ഞ് കരയുന്നു. കരയാൻ ഓരോ കാരണം കണ്ടുപിടിക്കുക. നീ ഭയങ്കര ഇമോഷണൽ ആയിപ്പോ. പത്ലു, അതെ, ഞാനൊരു ഇമോഷണൽ മനുഷ്യനായിപ്പോ. എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ സമൂസ ഒക്കെ നമുക്ക് പിന്നീട് കഴിക്കാം. നമുക്ക് വേഗം ഇപ്പൊ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. നടക്ക്, വേഗം നടക്ക്. ഓയ് മോട്ടു ചങ്കെ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ നിനക്കൊരു സെക്കൻഡറി ട്രീറ്റ്മെന്റ് തരാമെന്നേ. ഞാൻ നിനക്കൊരു മരുന്ന് തരാം. അത് കഴിച്ചാ പിന്നെ രോഗം നിന്റെ 7 അയലോക്കത്ത് പോലും വരത്തില്ല. അത് ചങ്കെ സത്യവാ. എന്ത്? അടുത്തുള്ള ഗ്രാമത്തിൽ വലിയ ഭൂകമ്പമുണ്ടായെന്നോ? 5000 പേർക്ക് പരുക്കുണ്ടെന്നും ഇട്ടിട്ടുണ്ട് മോട്ടു. അല്ല, ഇതെന്താ സംഭവിച്ചത്? കറണ്ട് കമ്പിയൊന്നും അടുത്തില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ ഷോക്ക് അടിക്കുന്നേ? ഹലോ ഡോക്ടർ ജഡ്ക, മോട്ടുവിന് ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. ഞാൻ അവൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ, അതോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ? പത്ലു, എന്റെ ചങ്കെ, നീ മോട്ടുവിന് എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് കൊടുത്തിരുന്നോ? പറയാ. ആ, ഞങ്ങള് പേപ്പർ വായിച്ചു. ഓയ് പത്ലു ചങ്കെ, മരുന്ന് നേരെ തിരിച്ചാണ് വർക്കൗട്ട് ആയത്. ഇനി മുതൽ അവൻ ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമ്പോഴൊക്കെ ഷോക്ക് അടിച്ചതുപോലെ ആവും ചങ്കെ. അവന്റെ മനസ്സിൽ യാതൊരു വിഷമവും ഉണ്ടാക്കാതിരിക്കണം ചങ്കെ. സോറി പത്ലു, സോറി. പക്ഷെ നീ പേടിക്കണ്ട, ഞാൻ അവനെ ശരിയാക്കിക്കോളാന്നേ. എന്നെ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കും. പിന്നീട് സംസാരിക്കാം. വേഗം ഇങ്ങോട്ട് വന്ന് അവന്റെ ഷോക്ക് ഒന്ന് ശരിയാക്ക്. അടുത്തുകൂടെ പോകുന്നവർക്കൊക്കെ ഷോക്ക് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്. വാ പോകാം, നമുക്ക് ഇക്കാര്യം ബോസിനോട് പറയാം. ബോസ്, ഓഹോ, രാവിലെ തന്നെ നല്ല അടിപൊളി ന്യൂസ് ആണല്ലോ പറഞ്ഞത്. ഇനി ഞാൻ അവന് ഷോക്കിംഗ് ന്യൂസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞ് അവന് ഞാൻ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോവാണ്. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ രസകരമായിരിക്കും. വാട മോട്ടു, എന്റെ വീട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി പത്ലു, ഡോണ്ട് വറി. ഞാൻ ആ ബോക്സറിനെ ഒന്ന് പേടിപ്പിക്കാൻ വെറുതെ അഭിനയിച്ചതല്ലേ. നീ അഭിനയിച്ചതാണെന്നാണ് പറയുന്നത്. ഞാൻ ശരിക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് തരാം. മോട്ടു എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്നോട് ക്ഷമിക്കണം. ഞാൻ തന്ന മരുന്ന് തിരിച്ച വർക്കൗട്ട് ആയത്. പക്ഷെ നീ വിഷമിക്കണ്ട, ഞാൻ അതിന്റെ ആന്റിഡോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ശരിയാവും. ന്യൂസ് കേട്ടിട്ട് മോട്ടു എങ്ങനെ ഷോക്ക് ആവുന്നത് എനിക്കൊന്ന് കാണണണ്ടാ. ആരെങ്കിലും മോട്ടിനൊരു ഷോക്കിംഗ് ന്യൂസ് കൊടുക്കും വേഗം. ഹലോ,
നിങ്ങൾ മോട്ടുവല്ലേ സംസാരിക്കുന്നേ? ഞാൻ തന്നെയാണ്. നിങ്ങൾ ആരാണ്? ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ നല്ലൊരു വാർത്തയുണ്ട്. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലേ, അവരുടെ എല്ലാം കയ്യിൽ നന്നായി മുറുക്ക പിടിച്ചോളൂ. ഞാൻ പറയുന്ന കാര്യം കേട്ടാലേ നിങ്ങൾ തല കറങ്ങി വീഴും. അത് മൾട്ടിനാഷണൽ കമ്പനി എന്നൊരു ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ടത്രേ. ഗുഡ് ന്യൂസ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. ഒരുമിച്ച്. കേട്ടോളൂ, ആ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ എന്റെ അമ്മ എന്റെ കെട്ടിടത്തിന് തീ പിടിച്ച്. ഇനി ഞാൻ എങ്ങനെയാ സന്തോഷ വാർത്ത അറിയിക്കുക? തീ മുഴുവൻ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി. ഷോക്കിംഗ് ന്യൂസ് കേട്ടാ ഇങ്ങനെ ഷോക്ക് അടിക്കാമ്. മമ്മി ഇത് മൾട്ടിനാഷണൽ കമ്പനിന്ന് വന്ന ഫോണൊന്നും അല്ല. ഇത് മുഴുവനും ജോണിന്റെ പണിയാന്നാ തോന്നുന്നേ. മോട്ടുവിന്റെ കയ്യിൽ നിന്ന് അടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ഓടിക്കോ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ചങ്കെ. ഞാൻ മോട്ടുവിന് കുടിക്കാൻ കൊടുത്ത മരുന്ന് മോട്ടു കുടിച്ചില്ല. അതൊരു കുപ്പി ബോട്ടിലായിരുന്നു. അതാണെങ്കിൽ താഴെ വീട് പൊട്ടുകയും ചെയ്തു. ഇനി ഒന്നുകൂടി പോയാൽ മരുന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ആ ഫോൺ ഇങ്ങോട്ട് താ മോട്ടു. ഫോണിൽ ഓരോ ഷോക്കിംഗ് ന്യൂസ് വരുമ്പോഴും കറണ്ട് അടി കിട്ടുന്നത് മുഴുവനും ഞങ്ങൾക്കാ. മോട്ടു ഇത് എങ്ങനെ സംഭവിക്കും? ഷോക്കിംഗ് ന്യൂസ് കേട്ടാൽ നിനക്കെങ്ങനെ ഷോക്ക് അടിക്കുക? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് നുണയാണ്, നുണയാണ്, നുണയാണ്. നീ പറയുന്നത് പച്ച കള്ളമാണ്. അതെ, കള്ളം. 2 ട്രെയിൻ തമ്മിൽ കൂട്ടിയിടിച്ചു. 500-ലധികം ആൾക്കാർക്ക് പരിക്ക്. മോട്ടു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നീ പറയുന്നത് സത്യമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്നെ വിടൂ. ഡോക്ടർ ജഡ്ക, ഇനി എത്ര കാലം ഞങ്ങൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടും? മോട്ടു, ഇനി എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമായി ഞാൻ നിനക്ക് വേണ്ടി ഒരു മരുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാല് എന്ത് പ്രശ്നമാണെങ്കിലും നിനക്കൊരിക്കലും ഷോക്ക് അടിക്കുകയുമില്ല. ഇത് ഷോക്കിംഗ് ന്യൂസ് ബാലൻസ് ചെയ്യും ചങ്ക, എന്നെ വിശ്വസിക്ക്. ഈ മരുന്ന് മോട്ടുവിന് ഒരിക്കലും കിട്ടാനേ പോകുന്നില്ല. ഇതെന്റെ കയ്യിലുണ്ടാവൂ. ഇനി ഞാൻ മോട്ടുവിന് ഷോക്ക് ന്യൂസ് പറഞ്ഞ് അവനെ കറണ്ട് അടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. കാണിച്ചു തരാം. ജോണെ, മര്യാദക്ക് ആ മരുന്ന് എനിക്ക് തിരിച്ചു തരൂ. ഇല്ലെങ്കിൽ നിന്നെ ഇടിച്ചിടിച്ച് നിന്റെ പരിപ്പെടുക്കും ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിനക്ക് ഈ മരുന്ന് എങ്ങനെ കിട്ടും മോട്ട്? ജോണെ, നീ എന്ത് പണിയാ കാണിച്ചത്? നീ എന്റെ മരുന്ന് കുടിച്ചോ? മോട്ടു, ഡോക്ടർ ജഡ്ക, ഈ മോട്ടുവിന് എന്താ സംഭവിച്ചത്? ഒന്നുമില്ല പത്തിലു, പേടിക്കാൻ ഒന്നുമില്ല. ഇവന്റെ ദേഹത്തുള്ള മൊത്തം കറണ്ട് ഇപ്പൊ ട്രാൻസ്ഫോർമറിലേക്ക് പാസ്സായിട്ടുണ്ട്. വിളിക്കടുത്തല്ലോ. ഇവിടെ എത്ര ദിവസമായിട്ട് ശരിക്കും ലൈറ്റ് കത്തിയിട്ടേ? ഇപ്പൊ കണ്ടില്ലേ എല്ലാ സ്ട്രീറ്റ് ലൈറ്റും കത്തുന്നത്? വലിയേട്ടാ, എന്റെ മരുന്നിന് ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാ ജോണ് കൊണ്ടുപോയില്ലേ? അതൊന്നും കുഴപ്പമില്ല ചങ്കേ. ഞാൻ ആ മരുന്ന് നിനക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കാതെ ആ ജോൺ അതെടുത്ത് കുടിക്കുകയും ചെയ്തു. സന്തോഷമായ ന്യൂസ് കേട്ടാൽ അവനും ഷോക്ക് അടിക്കും ചങ്കേ. ഹലോ, എന്നാ പിന്നെ വരൂ, അവന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ബോസ്, ഇന്നലെ നമ്മളൊന്ന് കൊള്ളയടിച്ചില്ലേ? അതിൽ നിന്നും 5 കോടി ഉണ്ടായിരുന്നു. എന്താണ് ഈ പറയുന്നത്? അല്ല, ഇവർക്കെന്താ പറ്റി? ഇതുവരെ ഉള്ള സന്തോഷത്തിന്റെ വലിയ വാർത്ത കേട്ടേ ഇല്ലല്ലോ. ബൈ ഗാഡ്. പിന്നെ അതിന്ന് 5 കോടി രൂപയുടെ ഡയമണ്ട്സും കിട്ടിയിട്ടുണ്ട്.
എനിക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് ഇതെന്താ സംഭവിച്ചത്? സന്തോഷ വാർത്ത കേൾക്കുമ്പോ ഒക്കെ ഷോക്ക് അടിക്കുവാണല്ലോ. എന്റെ ജോണെ, നീ സന്തോഷം വരുമ്പം ഷോക്കാവുന്ന മരുന്നാണ് എടുത്ത് കഴിച്ചത്. ഇനി സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നിനക്ക് ഷോക്ക് അടിച്ചോളും. നിനക്കറിയോ ജോണെ, ഫുർഫുറി നഗരം നിനക്ക് 20 കോടി രൂപ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 20 കോടിയോ? ഇത് മാത്രമല്ല, ഒരുപാട് പണികൾ നിനക്ക് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓരോന്നായിട്ട് നിനക്ക് തന്നേക്കാം. നീ അത് സന്തോഷത്തോടെ വാങ്ങിച്ചോ. യെസ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ജോൺ, ഇന്ന് തൊട്ട് നീ എവിടെ വേണമെങ്കിൽ ചെന്ന് മോഷ്ടിച്ചോ, ഞാൻ നിന്നെ പിടിക്കാൻ ശ്രമിക്കില്ല. മാത്രമല്ല നിനക്ക് നല്ല സമ്മാനവും തരാം. വേണ്ട വേണ്ട, ഇനി സന്തോഷ വാർത്തകൾ എന്നെ അറിയിക്കാതിരിക്കൂ. വേണ്ട വേണ്ട. എന്റെ ജോണെ, ഇനിയും 1000 സന്തോഷ വാർത്തകൾ ബാക്കി കിടക്കുക. ചിങ്കം സാറേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇനി ഈ സന്തോഷ വാർത്തകളൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. എന്നെ അറസ്റ്റ് ചെയ്യൂ. Watch India's largest kids library only on Geo Hotstar. Download the app now.